കനത്ത കാറ്റിലും മഴയിലും തിരുവനന്തപുരം കാട്ടാക്കട ആമച്ചലിൽ വീട് ഭാഗികമായി തകർന്നു. പാറശാലയിൽ തേക്കൊടിഞ്ഞു വീണ് വീട് പൂർണ്ണമായി തകർന്നു. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരുക്കേറ്റു. കടൽക്ഷോഭം രൂക്ഷമായതോടെ വർക്കല പാപനാശത്ത് നിന്ന് വിനോദസഞ്ചാരികളെ മാറ്റി. തുടർച്ചയായി പെയ്യുന്ന ശക്തമായ മഴയെ തുടർന്ന് കാട്ടാക്കട ആമച്ചലിൽ നിർധന കുടുംബം താമസിച്ചിരുന്ന വീട് ഭാഗികമായി തകർന്നു. ആനി രാജേഷ് ദമ്പതികളുടെ വീടാണ് കഴിഞ്ഞ ദിവസം രാത്രി ഭാഗികമായി തകർന്നത്. ആനിയും രാജേഷും 2 കുട്ടികളും അപകട സമയത്ത് ഓടിമാറിയതിനാൽ വലിയ അപകടം ഒഴിവായി. രാത്രി ശബ്ദം കേട്ട് ഇങ്ങനെ മോള് എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കുമാണ് ഈ വീട്ടിലെ ഭാഗം അങ്ങനെ മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അവളെ അമ്മയും വിളിച്ച് പെട്ടെന്ന് ഓടി പുറത്തു വന്ന് അതിനുശേഷമാണ് ഇങ്ങനെ പിന്നീട് പോയി നോക്കിയപ്പോഴാണ് ഈ വീട്ടിലെ ഭാഗം അത്രയും വീണതാണ് എന്ന് കണ്ടത്. ഇന്ന് ഉടൻ തന്നെ ഞങ്ങളെയൊക്കെ വിളിച്ച് അറിയിച്ചതാണ്. തിരുവനന്തപുരം പാറശാലയിൽ കനത്ത മഴയിൽ വീടിന് മുകളിൽ തേക്കൊടിഞ്ഞു വീണു. പാറശാല പരശുവയ്ക്കൽ പ്രശാന്ത് ഹരിശ്രീ ദമ്പതികളുടെ വീടിന് മുകളിലാണ് മരം ഒടിഞ്ഞു വീണത്. വീട് പൂർണ്ണമായും തകർന്നു. തലനാരിഴയ്ക്കാണ് ദമ്പതികൾ രക്ഷപ്പെട്ടത്. പൊന്മുടി 6-ാം വളവിൽ മരം വീണ് രാവിലെ ഗതാഗത തടസ്സമുണ്ടായി. വിതുര ഫയർഫോഴ്സ് മരം മുറിച്ചു മാറ്റി. ബോണക്കാടും മരം കടപുഴകി വീണു. വഞ്ചിയൂർ പാറ്റൂർ റോഡിലേക്ക് വീണ മരം നഗരസഭാ ജീവനക്കാർ മുറിച്ചു നീക്കി. കടൽക്ഷോഭം രൂക്ഷമായ വർക്കല പാപനാശത്ത് തീരത്തിന്റെ പകുതിയോളം വെള്ളം കയറി. വിനോദസഞ്ചാരികളെ ഉൾപ്പെടെ സ്ഥലത്തുനിന്ന് മാറ്റി. പത്തനംതിട്ട മലയാലപ്പുഴയിൽ കാറ്റിലും മഴയിലും വീടിന് മുകളിലേക്ക് മരം വീണ് ഗൃഹനാഥന് പരുക്കേറ്റു. മലയാലപ്പുഴ താഴം ശ്യാം നിവാസിൽ കൃഷ്ണൻ നായർ ജനറൽ ആശുപത്രിയിൽ ചികിത്സ തേടി. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്ന സാഹചര്യത്തിൽ നദിയിലിറങ്ങുന്നതിന് കളക്ടർ വിലക്കേർപ്പെടുത്തി. 24 തിരുവനന്തപുരം.